ഒരാളെ തലേ ദിവസം വീട്ടിലും ആക്കി മറ്റൊരാളെയും കൊണ്ട് ഞാൻ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. വേറൊരിടത്തും അല്ല, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനാണ്. ജോബ്സ് അക്കാഡമിയിൽ ഞാൻ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട കുറച്ച് കൂട്ടുകാരാണ്. ഇടയ്ക്ക് ഇതുപോലെ മീറ്റപ്പ് ചെയ്യണതൊക്കെ നമ്മളെ നന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചിറങ്ങിയതിന് ശേഷം വലിയ മീറ്റപ്പ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ ഡേറ്റൊക്കെ നോക്കി നേരെ വന്ന് കാണാം, കുറച്ച് നേരം ചിലവഴിക്കാമെന്നൊക്കെ കരുതി വന്നതാണ്. കുറച്ച് പേർക്ക് കുറച്ച് തിരക്കുകൾ കാരണം വരാനൊന്നും പറ്റില്ല കേട്ടോ. എല്ലാവരും ഇതുപോലെ നേഴ്സിങ്ങിൻ്റെ ആ ഒരു പഠിച്ചുകൊണ്ട് തന്നെ ഡ്യൂട്ടി ഷിഫ്റ്റ് കാര്യങ്ങൾ ഡേറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് നേരം ഇങ്ങനെ ക്ഷേത്രത്തിന് പുറത്തൊക്കെ ഉള്ള കാഴ്ചകളും കുളമൊക്കെ കണ്ടിട്ടിരുന്നപ്പോൾ പോറ്റി വന്നിട്ടുണ്ടായിരുന്നേ. അവൻ അമ്പലത്തിൽ നിന്ന് വന്നതാണ്. പിന്നെ അവനെ കണ്ട് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ അവളെയും കൊണ്ടുപോയി ചെറിയൊരു വീഡിയോ എടുത്ത് കേട്ടോ. ഡാൻസിൻ്റെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കി അവൾ ചെയ്തു, അത്ര തന്നെ കേട്ടോ. അത്രയും പെർഫെക്റ്റ് ഒന്നും അല്ല, വീഡിയോ മെൻഷൻ ചെയ്തേക്ക് ഒന്ന് കാണണേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നജ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൂന്നാളും കൂടെ അല്പം നേരം കൂടി ഇരുന്നപ്പോഴത്തേക്ക് ഷാനും കൂടെ വന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു മീല് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പോറ്റി ഓൾറെഡി വെജാണ്, അപ്പം നമ്മളും വെജ് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ വെജ് ഊണ് പറഞ്ഞു. പിന്നെ അതിൽ പായസം ഉണ്ടായിരുന്നു, കുറേ കവറിൽ കെട്ടിയായിരുന്നു കേട്ടോ. ഒരു പാഴ്സൽ പോലെയാണ് അവിടെ ഊണ് തന്നത്. ഞാൻ ആദ്യമേ ഒരു കവർ ഒഴിച്ചത് അത് പായസമായിരുന്നു. അത് നേരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പരിപ്പെന്ന് പറഞ്ഞ് ഒഴിച്ചതാണ്. പിന്നെ അതെല്ലാം ചെയ്ത് കറിയൊക്കെ ഒഴിച്ച് അസലായിട്ട് കഴിച്ച് അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുപ്പിവള ഇതുപോലെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു കട ഉണ്ട്. അങ്ങനെ പോറ്റിയാണെങ്കിൽ എനിക്കും നജ്മയ്ക്കും കറുത്ത കുപ്പികളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നജ്മയുടെ 2 ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ കാറിൽ നമ്മൾ നേരെ കേക്ക് വാങ്ങാനായിട്ട് വന്നു. എന്ന് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഷാനുവിൻ്റെയും നജ്മയുടെയും ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു കേക്ക് വാങ്ങിച്ചു കൊടുത്ത് സെലിബ്രേറ്റും കൂടെ ചെയ്ത് കണ്ടിട്ട് പോകാമെന്നുള്ളൊരിതിൽ തന്നെയാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ പോയി വേറെ സ്ഥലത്തൊക്കെ പോയിട്ടൊന്നും സ്പേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവസാനം മാനവീയം വീതി തന്നെ ശരണം എന്ന് ഓർത്തോ പിന്നെ അവിടെയിട്ട് വന്ന കേട്ടാ. പിന്നെ അവിടെ അറിയാലോ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്യാൻ നേരത്തെ എല്ലാവരെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം എല്ലാവരും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വേർതിരിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും നല്ല ഇതുണ്ടായിരുന്നു, സപ്പോർട്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരുന്ന് സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. കാരണം അടുത്ത ഷിഫ്റ്റും കാര്യങ്ങളും വൈകിട്ടുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂടെയുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ലൈം ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇവർ പോയത്. അപ്പോൾ ഇതുപോലുള്ള കണ്ടുമുട്ടലുകളൊക്കെ എപ്പോഴും സന്തോഷം നിറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.